فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون. അപ്രകാരം ചെയ്യുന്നില്ലെങ്കിലോ എങ്കിൽ അല്ലാഹുവിങ്കൽ നിന്നും അവന്റെ ദൂതനിൽ നിന്നും നിങ്ങൾക്കെതിരിൽ യുദ്ധപ്രഖ്യാപനമുണ്ടെന്നറിഞ്ഞുകൊള്ളുവിൻ. ഇനി പലിശഭോഗം വർജിച്ച് പശ്ചാത്തപിക്കുകയാണെങ്കിൽ സ്വന്തം മൂലധനം തിരിച്ചെടുക്കാവുന്നതാകുന്നു. അങ്ങനെ നിങ്ങൾ അക്രമം പ്രവർത്തിക്കാതെയും ആക്രമിക്കപ്പെടാതെയും മരിക്കണം. ഈ സൂക്തം മക്ക വിജയത്തിനു ശേഷം അവതരിച്ചതാണ്. വിഷയത്തിന്റെ സാദൃശ്യം കാരണമാണ് ഈ പ്രഭാഷണ പരമ്പരയിൽ ഉൾപ്പെടുത്തിയത്. ഇത് അവതരിക്കുന്നതിന് മുമ്പ് പലിശ വെറുക്കപ്പെട്ടതായി ഗണിച്ചു പോന്നിരുന്നു. പക്ഷേ നിയമം മൂലം തടഞ്ഞിരുന്നില്ല. ഈ വാക്യത്തിന്റെ അവതരണത്തോടുകൂടി ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അതിർത്തിക്കുള്ളിൽ പലിശ ഇടപാട് ക്രിമിനൽ കുറ്റമായി തീർന്നു. പലിശ വ്യാപാരത്തിൽ നിന്ന് വിരമിക്കാത്ത പക്ഷം യുദ്ധ നടപടി കൈക്കൊള്ളുമെന്ന് പലിശ വ്യാപാരം നടത്തിയിരുന്ന എല്ലാ അറബി ഗോത്രങ്ങൾക്കും നബി തിരുമേനി തന്റെ ഉദ്യോഗസ്ഥന്മാർ മുഖേന മുന്നറിയിപ്പ് നൽകി. നജ്റാനിലെ ക്രിസ്ത്യാനികൾക്ക് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ആഭ്യന്തര സ്വയം നിർണയാവകാശം നൽകിയപ്പോൾ നിങ്ങൾ പലിശ വ്യാപാരം നടത്തുന്ന പക്ഷം കരാർ ദുർബലപ്പെട്ടു പോകുമെന്നും ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ യുദ്ധാവസ്ഥ നിലവിൽ വരുമെന്നും ഉടമ്പടിയിൽ വ്യക്തമാക്കിയിരുന്നു. ഈ ആയത്തിലെ അവസാനത്തെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇബ്നു അബ്ബാസ്, ഹസൻ ബസ്വരി, ഇബ്നു സീരീൻ, റുബയ്യുബ്നു അനസ് എന്നിവർ അഭിപ്രായപ്പെടുന്നു. ദാറുൽ ഇസ്ലാമിൽ പലിശ വാങ്ങുന്നവനെ പശ്ചാത്തപിച്ചു മടങ്ങാൻ നിർബന്ധിക്കണം. വിരമിക്കാതിരിക്കുന്ന പക്ഷം വധിച്ചു കളയണം. ബന്ധനസ്ഥനാക്കിയാൽ മതിയെന്നും പലിശ വാങ്ങുന്നത് ഉപേക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യാത്ത കാലത്തോളം വിട്ടയക്കരുതെന്നുമാണ് മറ്റു പണ്ഡിതന്മാരുടെ പക്ഷം. وَإِن كَانَ ذُو عُسْرَةٍ فَنَظِرَةٌ إِلَى مَيْسَرَةٍ وَأَن تَصَدَّقُوا خَيْرٌ لَكُمْ إِن كُنتُمْ تَعْلَمُونَ. നിങ്ങളുടെ കടക്കാരൻ ഞെരുക്കത്തിലാണെങ്കിൽ അയാൾക്ക് ക്ഷേമമാകുന്നതുവരെ അവധി കൊടുക്കുക. നിങ്ങൾ സന്മാർഗം മനസ്സിലാക്കുന്നുവെങ്കിൽ ഞെരുക്കമുള്ള കടക്കാരനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ളത് ദാനമായി നൽകുന്നതാണ് ഏറെ ഉത്തമം. ഒരാൾക്ക് കടം വീട്ടാൻ കഴിവില്ലാതെ വന്നാൽ കടം നൽകിയവൻ അയാൾക്ക് അവധി നൽകണം. കടം നൽകിയവൻ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഇസ്ലാമിക കോടതി അയാളെ അതിന് നിർബന്ധിക്കണം. ചില പരിതസ്ഥിതികളിൽ മുഴുവൻ കടമോ കടത്തിലൊരു ഭാഗമോ വിട്ടുകൊടുക്കാനും കോടതിക്ക് അധികാരമുണ്ട്. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ശരീഅത്ത് നിയമങ്ങളായി ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്: ഒരാൾക്ക് കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുകയും കടബാധ്യത വല്ലാതെ വർദ്ധിക്കുകയും ചെയ്തു. പ്രശ്നം നബി തിരുമേനിയുടെ അടുത്തെത്തി. തങ്ങളുടെ ഈ സഹോദരനെ സഹായിക്കാൻ തിരുമേനി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ കുറെ പേർ അദ്ദേഹത്തിന് ധനസഹായം ചെയ്തുവെങ്കിലും അത് കടം വീട്ടാൻ തികഞ്ഞില്ല. അപ്പോൾ തിരുമേനി കടം നൽകിയവരോട് ഇങ്ങനെ പറഞ്ഞു: ഇവിടെ കിട്ടിയത് മാത്രം സ്വീകരിച്ച് അവനെ വിട്ടേക്കുക. കൂടുതലായി നിങ്ങൾക്ക് വാങ്ങിത്തരാൻ സാധ്യമല്ല. ഒരാൾ താമസിക്കുന്ന വീട്, ഭക്ഷണപാത്രങ്ങൾ, ധരിക്കുന്ന വസ്ത്രം, ആഹാര സമ്പാദനത്തിനുള്ള ഉപകരണങ്ങൾ എന്നിവ ഒരു പരിതസ്ഥിതിയിലും പിടിച്ചടക്കാവതല്ലെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. وَاتَّقُوا يَوْمًا تُرْجَعُونَ فِيهِ إِلَى اللَّهِ ثُمَّ تُوَفَّى كُلُّ نَفْسٍ مَا كَسَبَتْ وَهُمْ لَا يُظْلَمُونَ. അല്ലാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്ന ആ നാളിലെ അപമാനത്തിൽ നിന്നും ആപത്തിൽ നിന്നും രക്ഷ തേടുവിൻ. അന്ന് ഓരോ മനുഷ്യനും അവൻ നേടിവെച്ച നന്മ തിന്മകളുടെ പരിപൂർണമായ പ്രതിഫലം ലഭിക്കുന്നതാകുന്നു. ആരുടെ നേരെയും ഒരക്രമവും ഉണ്ടാകുന്നതല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂഹു وَلْيَكْتُبْ بَيْنَكُمْ كَاتِبٌ بِالْعَدْلِ وَلَا يَأْبَ كَاتِبٌ أَن يَكْتُبَ كَمَا عَلَّمَهُ اللَّهُ فَلْيَكْتُبْ وَلْيُمْلِلِ الَّذِي عَلَيْهِ الْحَقُّ وَلْيَتَّقِ اللَّهَ رَبَّهُ وَلَا يَبْخَسْ مِنْهُ شَيْئًا
فإن كان الذي عليه الحق سفيها أو ضعيفا أو لا يستطيع أن يمل هو فليملل وليه بالعدل واستشهدوا شهيدين من رجالكم فإن لم يكونا رجلين فرجل وامرأتان ممن ترضون من الشهداء أن تضل إحداهما فتذكر إحداهما الأخرى ولا يأبى الشهداء إذا ما دعوا ولا تسأموا أن تكتبوه صغيرا أو كبيرا إلى أجله ذلكم أقسط عند الله وأقوم للشهادة وأدنى ألا ترتابوا إلا أن تكون تجارة حاضرة تديرونها بينكم فليس عليكم جناح ألا تكتبوها وأشهدوا إذا تبايعتم ولا يضار كاتب ولا شهيد وإن تفعلوا فإنه فسوق بكم واتقوا الله ويعلمكم الله والله بكل شيء عليم. അല്ലയോ സത്യവിശ്വാസികളെ, നിശ്ചിത അവധി വെച്ച് പരസ്പരം കടമിടപാട് നടത്തുമ്പോൾ അത് എഴുതിവെക്കുവിൻ. ഇരു കക്ഷികൾക്കുമിടയിൽ ഒരാൾ നീതിപൂർവം അത് രേഖപ്പെടുത്തട്ടെ. അല്ലാഹു എഴുതാനും വായിക്കാനുമുള്ള കഴിവ് നൽകിയിട്ടുള്ളവൻ അതെഴുതാൻ വിസമ്മതിക്കരുത്. അവൻ എഴുതട്ടെ. ആരുടെ പേരിലാണോ ബാധ്യത വരുന്നത് അവൻ പറഞ്ഞുകൊടുക്കട്ടെ. അവൻ നാഥനായ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊള്ളട്ടെ. തീരുമാനിക്കപ്പെട്ട ഇടപാടിൽ ഒരുവിധ ഏറ്റക്കുറവും വരുത്താൻ പാടുള്ളതല്ല. ഇനി കടം കൊള്ളുന്നവൻ വിഡ്ഢിയോ ദുർബലനോ പറഞ്ഞുകൊടുക്കുന്നതിന് അപ്രാപ്തനോ ആണെങ്കിൽ അവനു വേണ്ടി അവന്റെ കൈകാര്യക്കാരൻ നിഷ്പക്ഷമായി പറഞ്ഞുകൊടുക്കട്ടെ. പിന്നെ തങ്ങളുടെ പുരുഷന്മാരിൽ നിന്ന് 2 പേരെ അതിന് സാക്ഷികളാക്കുകയും ചെയ്യുക. 2 പുരുഷന്മാരില്ലെങ്കിൽ 1 പുരുഷനും 2 സ്ത്രീയുമായി കൊള്ളട്ടെ. ഒരുവൾ മറന്നുപോയാൽ മറ്റവൾ ഓർമ്മിപ്പിക്കാനാണത്. ഈ സാക്ഷികൾ നിങ്ങൾക്കിടയിൽ സ്വീകാര്യയോഗ്യരായ സാക്ഷികളിൽപ്പെട്ടവരായിരിക്കേണ്ടതാകുന്നു. സാക്ഷികളാവാൻ ആവശ്യപ്പെടുമ്പോൾ അവർ വിസമ്മതിക്കരുത്. ഇടപാട് ചെറുതാവട്ടെ വലുതാവട്ടെ, അവധി നിർണയിച്ച് പ്രമാണം രേഖപ്പെടുത്തി വെക്കുന്നതിൽ ഉദാസീനരാവരുത്. ഈ മാർഗമാണ് അല്ലാഹുവിങ്കൽ നിങ്ങൾക്ക് ഏറ്റവും നീതിപൂർവകമായിട്ടുള്ളത്. ഇതുവഴി സാക്ഷ്യം നിർവഹിക്കുന്നതിന് കൂടുതൽ സൗകര്യം ലഭിക്കുന്നു. നിങ്ങൾ സംശയങ്ങളിൽ അകപ്പെടാൻ സാധ്യത ഇല്ലാതാവുകയും ചെയ്യുന്നു. നിങ്ങൾ രൊക്കമായി നടത്തുന്ന കച്ചവടമാണെങ്കിൽ അത് എഴുതിവെക്കാതിരിക്കുന്നതിൽ വിരോധമില്ല. വ്യാപാര ഇടപാട് നടത്തുമ്പോൾ സാക്ഷി നിർത്തിക്കൊള്ളണം. എഴുതുന്നവനും സാക്ഷിയും ദ്രോഹിക്കപ്പെടാവതല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ധിക്കാരമാകുന്നു. അല്ലാഹുവിന്റെ കോപത്തെ കാത്തുകൊള്ളുക. അവൻ നിങ്ങൾക്ക് ശരിയായ നടപടിക്രമം പഠിപ്പിക്കുന്നു. അവൻ സർവ്വസംഗതികളെക്കുറിച്ചും അഭിജ്ഞനാകുന്നു. കടമിടപാടിൽ കാലാവധി നിർണയിക്കേണ്ടതാണെന്ന വിധി ഈ സൂക്തത്തിൽ നിന്ന് ലഭിക്കുന്നു. സ്നേഹിതന്മാരും ബന്ധുക്കളുമായി നടത്തുന്ന കടമിടപാടുകളിൽ രേഖകൾ എഴുതി സൂക്ഷിക്കുന്നതും സാക്ഷി നിർത്തുന്നതും ശരിയല്ലെന്നും അത് പരസ്പര വിശ്വാസമില്ലായ്മയുടെ സൂചനയാണെന്നും പൊതുവെ ധരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അല്ലാഹു ആജ്ഞാപിക്കുന്നത് ഇടപാടുകൾ വ്യക്തവും സംശയരഹിതവുമായിരിക്കാൻ കടത്തിന്റെയും കച്ചവടത്തിന്റെയും കരാറുകളെല്ലാം എഴുതിവെക്കണമെന്നും അതിന് സാക്ഷിയുണ്ടായിരിക്കണമെന്നുമാണ്. ഒരു നബിവചനത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നു: 3 തരത്തിലുള്ള ആളുകൾ അല്ലാഹുവോട് സങ്കടം ബോധിപ്പിക്കും, എന്നാൽ അവരുടെ പരാതി അവൻ ചെവിക്കൊള്ളുകയില്ല. 1, ഭാര്യ ദുർനടപ്പുകാരിയായിട്ടും വിവാഹബന്ധം വേർപെടുത്താത്തവൻ. 2, പ്രായപൂർത്തിയാകാത്ത അനാഥന് അവന്റെ ധനം ഏൽപ്പിച്ചു കൊടുത്തവൻ. 3, കടം കൊടുത്തപ്പോൾ അതിന് സാക്ഷി നിർത്താത്തവൻ. ഷഹീദൈനി മിൻ റിജാലിക്കും, നിങ്ങളുടെ പുരുഷന്മാരിൽ നിന്ന് 2 പേരെ സാക്ഷികളാക്കുക എന്നു പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതാണ്: തങ്ങളുടെ അധികാരപ്രകാരം സാക്ഷി നിർത്തുന്ന സംഭവങ്ങളിൽ
മുസ്ലിങ്ങളെ തന്നെ സാക്ഷി നിർത്തണം. എന്നാൽ ദിമ്മികൾക്ക് ദിമ്മികളും സാക്ഷിയാകാവുന്നതാണ്. സ്വീകാര്യയോഗ്യരായ സാക്ഷികൾ എന്നതിന്റെ താൽപര്യം ഇതാണ്. ആരെയെങ്കിലും പിടിച്ച് സാക്ഷി നിർത്തിയാൽ പോരാ, സദാചാരത്തിലും സത്യസന്ധതയിലും പൊതുവെ വിശ്വാസയോഗ്യരായി ഗണിക്കപ്പെടുന്നവരെയാണ് സാക്ഷി നിർത്തേണ്ടത്. റൊക്കമായി നടക്കുന്ന ഇടപാടുകൾ എഴുതിവെക്കണമെന്നില്ല എന്നു പറഞ്ഞിരിക്കുന്നു. അതായത് ഇക്കാലത്ത് ക്യാഷ് മെമ്മോ എഴുതുന്ന സമ്പ്രദായം നടപ്പുള്ളതുപോലെ നിത്യേന നടക്കുന്ന കച്ചവട ഇടപാടുകളും രേഖാമൂലമായിരിക്കുന്നത് നല്ലതാണ്. എങ്കിലും അങ്ങനെ ചെയ്യുക നിർബന്ധമല്ല. അപ്രകാരം അടുത്തടുത്തുള്ള കച്ചവടക്കാർ അപ്പപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപാടുകളും രേഖപ്പെടുത്തിയില്ലെങ്കിൽ വിരോധമില്ല. ഇടപാടുപത്രം എഴുതാനോ അതിന് സാക്ഷി നിൽക്കാനോ ആരെയും നിർബന്ധിക്കാവതല്ലെന്നാണ് ഇതിന്റെ അർത്ഥം. തങ്ങളുടെ താൽപര്യത്തിനെതിരായി ശരിയായ നിലയ്ക്ക് എഴുതുകയോ സാക്ഷി പറയുകയോ ചെയ്തതിന്റെ പേരിൽ എഴുത്തുകാരനെയും സാക്ഷിയെയും കക്ഷികൾ ഉപദ്രവിക്കരുതെന്നാണ് മറ്റൊരർത്ഥം. وَإِن كُنتُمْ عَلَى سَفَرٍ وَلَمْ تَجِدُوا كَاتِبًا فَرِهَانٌ مَّقْبُوضَةٌ فَإِنْ أَمِنَ بَعْضُكُم بَعْضًا فَلْيُؤَدِّ الَّذِي اؤْتُمِنَ أَمَانَتَهُ وَلْيَتَّقِ اللَّهَ رَبَّهُ وَلَا تَكْتُمُوا الشَّهَادَةَ وَمَن يَكْتُمْهَا فَإِنَّهُ آثِمٌ قَلْبُهُ وَاللَّهُ بِمَا تَعْمَلُونَ عَلِيمٌ. നിങ്ങൾ യാത്രയിലായിരിക്കുകയും പ്രമാണമെഴുതാൻ എഴുത്തുകാരനെ കിട്ടാതിരിക്കുകയും ചെയ്താൽ അപ്പോൾ കൈവശപ്പണയം സ്വീകരിച്ച് ഇടപാട് നടത്തിക്കൊള്ളുക. നിങ്ങളിലൊരാൾ മറ്റൊരാളെ വിശ്വസിച്ച് എന്തെങ്കിലും ഇടപാട് നടത്തിയാൽ വിശ്വാസമർപ്പിക്കപ്പെട്ടവൻ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതാകുന്നു. അവൻ അല്ലാഹുവിനെ, തന്റെ റബ്ബിനെ ഭയപ്പെടുകയും ചെയ്യട്ടെ. സാക്ഷ്യം ഒരിക്കലും മൂടിവെക്കാവതല്ല. ആരെങ്കിലും മറച്ചുവെച്ചാൽ അവന്റെ ഹൃദയം പാപപങ്കിലമാകുന്നു. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അജ്ഞനല്ല. പണയ സമ്പ്രദായം യാത്രയിൽ മാത്രമേ പാടുള്ളൂവെന്ന് ഈ സൂക്തത്തിന് വിവക്ഷയില്ല. അങ്ങനെയുള്ള സ്ഥിതിവിശേഷം അധികവും സംഭവിക്കുന്നത് യാത്രയിലായതിനാൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞുവെന്നേയുള്ളൂ. അപ്രകാരം കടപ്പത്രം എഴുതുക സാധ്യമല്ലാത്തപ്പോൾ മാത്രമേ പണയമിടപാട് ചെയ്യാവൂ എന്നും നിബന്ധനയില്ല. കടപ്പത്രം എഴുതിക്കൊടുത്തതുകൊണ്ട് മാത്രം ഒരാൾ കടം കൊടുക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ കടം ആവശ്യമുള്ളവന് വല്ല സാധനവും പണയം കൊടുത്ത് കടം വാങ്ങാവുന്നതാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ വിശാല മനസ്കതയും ഔദാര്യശീലവുമാണ് മനുഷ്യരെ പഠിപ്പിക്കുന്നത്. ധനം കൈവശമുള്ള വ്യക്തി ആവശ്യക്കാരനായ സഹോദരന് വല്ലതും പണയം വാങ്ങാതെ കടം കൊടുക്കാൻ വിസമ്മതിക്കുക ഉത്തമ സ്വഭാവത്തിന് ഒട്ടും നിരക്കുന്നതല്ല. അതിനാൽ വിശുദ്ധ ഖുർആൻ ഈ രണ്ടാമത്തെ രൂപം മനഃപൂർവ്വം എടുത്തു പറയാതിരുന്നതാണ്. ഈ വിഷയകമായി ഒരു സംഗതി കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പണയവസ്തു കൈവശം വാങ്ങുന്നതിനർത്ഥം കടം കൊടുത്തവന് പണം മടക്കി കിട്ടുമെന്ന ഉറപ്പും മനസ്സമാധാനവും ഉണ്ടായിരിക്കുക എന്നാണ്. തന്റെ പണത്തിനു പകരം പണയവസ്തു ഉപയോഗിക്കാൻ അവന് അവകാശമില്ല. ഒരാൾ പണയം വാങ്ങിയ വീട്ടിൽ താമസിക്കുകയോ കൂലിക്ക് കൊടുത്ത് വാടക വാങ്ങി അനുഭവിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അത് പലിശയാണ്. കടത്തിന് നേരിട്ട് പലിശ വാങ്ങുന്നതും പണയവസ്തു ഉപയോഗിക്കുന്നതും തമ്മിൽ തത്വത്തിൽ ഒരു വ്യത്യാസവുമില്ല. എന്നാൽ ഒരു മൃഗത്തെയാണ് പണയമായി വാങ്ങിയിട്ടുള്ളതെങ്കിൽ അതിന്റെ പാൽ കുടിക്കാവുന്നതും അതിനെ സവാരിക്കും മറ്റും ഉപയോഗിക്കാവുന്നതുമാണ്. കാരണം പണയം വാങ്ങിയവൻ ആ മൃഗത്തിന് കൊടുക്കുന്ന തീറ്റയുടെ പ്രതിഫലമാണത്. സാക്ഷ്യം മൂടിവെക്കുക എന്നാൽ സാക്ഷി പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറലും ശരിയായ സംഭവങ്ങൾ വെളിപ്പെടുത്താതെ മറച്ചുവെക്കലുമാകുന്നു. فَإِن لَّمْ تَفْعَلُوا فَأْذَنُوا بِحَرْبٍ مِّنَ اللَّهِ وَرَسُولِهِ وَإِن تُبْتُمْ فَلَكُمْ رُءُوسُ أَمْوَالِكُمْ لَا تَظْلِمُونَ